ഈ അടുത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കുകയും കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്ത ഒരു അവസരമുണ്ടായിട്ടുണ്ടോ? ഓരോ ശൂന്യമായ ഒഴിഞ്ഞ നിമിഷവും നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ലോകത്ത് ബോറടിക്കുന്നത് ഒരു വലിയ തെറ്റായി പരിഗണിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബോറടിയാണ് ഫോക്കസിനും സർഗാത്മകതയ്ക്കും സമാധാനത്തിനുമുള്ള മിസ്സിംഗ് ആയ ഇൻഗ്രീഡിയന്റ് എങ്കിലോ? ഹാർവാർഡിലെ പ്രൊഫസറായ ആർതർ സി ബ്രൂക്ക് പറയുന്നത് യു നീഡ് ടു ബി ബോർഡ് എന്നാണ്. നിങ്ങൾ ബോർ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിഷാദവും അർത്ഥമില്ലായ്മയും അനുഭവിക്കാൻ അത് കാരണമാകും. നമ്മൾ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ തലച്ചോറിൽ പല ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദാഹരണമായി, നിങ്ങളൊരു ക്യൂവിൽ കാത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. ആ ഒരു സമയത്ത് പ്രവർത്തനക്ഷമമാകുന്ന തലച്ചോറിലെ ഭാഗങ്ങളാണ് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കുകൾ. പലർക്കും അത് ഇഷ്ടമല്ല. ഒരു പഠനത്തിൽ കുറച്ചാളുകളെ 15 മിനിറ്റുകൾ ഒന്നും ചെയ്യാനില്ലാതെ ഒരു മുറിയിലിരുത്തി. ഒന്നൊഴികെ ആ മുറിയിലുണ്ടായിരുന്ന ഒരു ബട്ടൺ വേണമെങ്കിൽ അമർത്താമെന്നത്. ഇത് പ്രസ് ചെയ്താൽ വേദനാജനകമായ ഇലക്ട്രിക് ഷോക്കാണ് ലഭിക്കുക എന്നും അവർക്ക് അറിവുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ 15 മിനിറ്റോളം ബോറായിരിക്കാം, അല്ലെങ്കിൽ ഈ ഷോക്ക് ബട്ടൺ അമർത്താം. ഈ പഠനത്തിലുണ്ടായിരുന്ന മിക്കവാറും ആളുകൾ ബോറായി ഇരിക്കുന്നതിനേക്കാൾ തിരഞ്ഞെടുത്തത് ഈ ഷോക്ക് സ്വയം കൊടുക്കുന്നതാണ്. ഇത് കാണിക്കുന്നത് നമുക്ക് ബോറടി ഇഷ്ടമല്ല എന്നതാണ്. ഇതിന് പ്രധാന ഒരു കാരണം, ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുമ്പോൾ തലച്ചോറിലെ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതും അത് നമ്മെ കംഫർട്ടബിൾ അല്ലാത്ത പല കാര്യങ്ങളും, ബിഗ് ക്വസ്റ്റ്യൻസ്, എക്സിസ്റ്റൻഷ്യലായ ചോദ്യങ്ങൾ ചിന്തിപ്പിക്കുമെന്നുള്ളതാണ്. ഉദാഹരണമായി, ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ് എന്നതുപോലെയുള്ളവ. ആർതർ പറയുന്നു, ആളുകൾക്കിടയിൽ ആങ്സൈറ്റിക്കും ഡിപ്രഷനുമുള്ള പ്രധാന കാരണം അവർക്ക് തങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് അറിയില്ല എന്നതാണ്. ഈ ഡീഫോൾട്ട് മോഡിനെ അടച്ചു കളയുവാൻ, ഷട്ട് ഡൗൺ ചെയ്യാൻ ആളുകൾ വഴി കണ്ടെത്തി കഴിഞ്ഞു. 15 സെക്കൻഡെങ്കിലും വെറുതെ ഇരിക്കേണ്ടതായി വന്നാൽ നമ്മൾ നമ്മുടെ ഫോൺ എടുക്കുന്നു. ഇത് തുടരെ സംഭവിക്കുമ്പോൾ, കൂടുതലാകുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ ആളുകൾക്ക് സാധിക്കാതെ വരുന്നു. ഇത് ഡിപ്രഷനിനും ആങ്സൈറ്റിക്കും പെർഫെക്റ്റ് റെസിപ്പിയാണെന്ന് ആർതർ പറയുന്നു. ഇത് ശൂന്യതയ്ക്കും അർത്ഥമില്ലായ്മയ്ക്കും കാരണമാകുന്നു. എന്തുകൊണ്ടാണ് ബോർഡം പ്രാധാന്യമർഹിക്കുന്നത്? അത് ക്രിയേറ്റിവിറ്റി ബൂസ്റ്ററാണ്. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഓവർലോഡഡ് അല്ല, അത് അരഞ്ഞുകൊണ്ടിരിക്കും. ഇത് പല ഐഡിയാസിനും ആഹാ നിമിഷങ്ങൾക്കും കാരണമാകും. ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇതിനായി ഇൻക്യുബേഷൻ വിൻഡോസ് ഉപയോഗിക്കാം. ഒരു പ്രശ്നവുമായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ അതിനെ 20 മുതൽ 60 മിനിറ്റോളം മാറ്റിവെച്ച് ഒന്നും ചെയ്യാതിരിക്കാം. പിന്നീട് തിരിച്ചു വന്നാൽ പുതിയ ആംഗിളിൽ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, ഒരു നോട്ട്ബുക്കിൽ ബോർഡം ഐഡിയാസ് എന്ന രീതിയിൽ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് കൂടാതെ എഴുതാം. 2, ബോറായിരിക്കുന്നത് തലച്ചോറിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ ഇംപ്രൂവ് ചെയ്യുന്നു. നിരന്തരം പുതുമയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. അതിന് ഒരു കാര്യത്തിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനസ്സിന് ലോ സ്റ്റിമുലേഷൻ വെറുതെ ഇരിക്കുന്നതിലൂടെ കൊടുക്കുന്നത് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും. ഈ ഒരു പ്രത്യേകതയെ ഉപയോഗപ്പെടുത്താനായി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ തീരുമാനിക്കുന്ന സമയത്തിന് മുൻപ് 3 മിനിറ്റോളം ഒന്നും ചെയ്യാതിരിക്കാം. സ്വസ്ഥമായിരിക്കാം, ശ്വാസമെടുക്കാം. അതുപോലെ ഫോൺ ചെക്ക് ചെയ്യാൻ തോന്നലുണ്ടാകുമ്പോൾ അത് 2 മിനിറ്റോളം, പിന്നീട് 5, 10 എന്നിങ്ങനെ ഡിലേ ചെയ്യാം, നീട്ടിവെക്കാം. ഇത് സഹിഷ്ണുത വളർത്താൻ സഹായിക്കും. 3, ഇത് ഇമോഷണൽ റെഗുലേഷനിനും റെസിലിയൻസിനും കാരണമാകും. ബോറടിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത സഹിച്ചവിടെ ഇരിക്കാൻ പരിശീലിച്ചാൽ സാവധാനം അത് ജീവിതത്തിൽ വലിയ സ്ട്രെസ് ഉണ്ടാകുമ്പോഴും അവയെ ടോളറേറ്റ് ചെയ്യാൻ സഹായിക്കും. ബോറായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ കുറയ്ക്കാനായി ആ ഒരു സമയത്തുണ്ടാകുന്ന സെൻസേഷനെ, വികാരത്തെ പേരെടുത്ത് പറയാം. 10-20 സെക്കൻഡുകൾ എടുത്ത്. ഉദാഹരണമായി ഇറിറ്റേഷൻ, ശൂന്യത എന്നിങ്ങനെ പേരുകൾ നൽകാം. മറ്റൊന്നാണ്, ബോറടി അനുഭവിച്ചുകൊണ്ട് തന്നെ സാവധാനത്തിൽ 5 തവണ ശ്വസനത്തിൽ ഏർപ്പെടുന്നത്. അതുപോലെ സാവധാനം ഒന്നും ചെയ്യാതിരിക്കുന്ന സമയം ഓരോ ആഴ്ചയിലും നീട്ടുന്നത്. 4, അത് സെൽഫ് ഡിസ്കവറിക്ക് കാരണമാകുന്നു. പുറമേയുള്ള സ്വരങ്ങൾ
ഇല്ലാതാകുമ്പോൾ നമ്മുടെ തന്നെ ഇഷ്ടങ്ങളെയും മൂല്യങ്ങളെയും മറ്റും നമ്മൾ തിരിച്ചറിയാൻ ആരംഭിക്കുന്നു. ബോറടിക്കുമ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? 15 മിനിറ്റ് എടുത്ത് ഒരു കാര്യം ചെയ്യാമെങ്കിൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും എഴുതാനും ശ്രമിക്കാം. 5. ബോർഡം ശരീരത്തെ റീസെറ്റ് ചെയ്യുവാനും കാമാകുവാനും സഹായിക്കുന്നു. ബോറായിരിക്കുന്നത് തലച്ചോറിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ ശാന്തമാകുവാനും സഹായിക്കുന്നു. 10 മിനിറ്റോളം ഒന്നും കൂടാതെ പ്രകൃതിയിലിരിക്കുന്നതും ജോലിക്കിടയിലെ ബ്രേക്കിൽ എൻ്റർടൈൻമെൻറ്റിനു പകരം ഒന്നും ചെയ്യാതിരിക്കുന്നതും ഇതിനായി സഹായിക്കുന്നു. സത്യത്തിൽ ബോറാകുന്നത് ഒരു ആവശ്യമാണ്, ഒരു നീഡാണ്. രാവിലെ ജിമ്മിൽ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, സ്ഥിരമായി ചെയ്യുന്ന ജോലികൾ ചെയ്യുമ്പോൾ ഫോണില്ലാതെ നിങ്ങൾക്കവ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആശയങ്ങൾ, ഐഡിയാസ് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ആർദൂർ പറയുന്നു. 15 മിനിറ്റോ അതിലും കൂടുതലോ സമയമെടുത്ത് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾ നിങ്ങൾക്ക് ബോറാകാതാകും. നിങ്ങളുടെ ജോലി, ബന്ധങ്ങൾ നിങ്ങൾക്ക് ബോറാകാതാകും. നിങ്ങൾ ജീവിതത്തിൻ്റെ പേർപ്പസ്, മീനിങ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു തുടങ്ങും. നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരാകാൻ തുടങ്ങും. വൈകുന്നേരങ്ങളിൽ ഒരു പ്രത്യേക സമയത്തിനു ശേഷം ഫോൺ എടുക്കില്ല എന്ന തീരുമാനമെടുക്കുന്നത്, രാത്രി ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നത് ഒഴിവാക്കുന്നത്, കുടുംബത്തിനൊപ്പം ആഹാരം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുകയില്ല എന്ന തീരുമാനമെടുക്കുന്നത്, കുറച്ചു സമയം മനഃപൂർവ്വം സോഷ്യൽ മീഡിയ ഫാസ്റ്റിങ്ങിൽ ഏർപ്പെടുന്നത്, ഇവയെല്ലാം വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഏതെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മിസ്സായി പോകുമോ എന്ന ചിന്ത വരാം. എന്നാൽ അതൊരു എമർജൻസി അല്ല. ന്യൂസിനും വെയിറ്റ് ചെയ്യാം. സത്യത്തിൽ ബോറടി നമ്മുടെ ശത്രുവല്ല, അതൊരു വാതിലാണ്. നമ്മെ സർഗാത്മകതയിലേക്കും സമാധാനത്തിലേക്കും കണക്ട് ചെയ്യുന്ന വാതിൽ. സോ പുട്ട് ഡൗൺ യുവർ ഫോൺസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ അർത്ഥമാണ് വേണ്ടത്. സോ ഡു ഐ.